ഹായ്, ഹൃദയരാഗത്തിൻ്റെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിലേക്ക് സ്വാഗതം. സത്യത്തിൽ എൻ്റെ ഈ മൂന്നാർ യാത്രയിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുന്നിലത്തെ പെരുമ്പൻകുത്ത് വാട്ടർഫാൾസും വിരിപാറ വാട്ടർഫാൾസും ഒക്കെ ഉൾപ്പെടുത്തി ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് ഈ തേയിലത്തോട്ടത്തിനുള്ളിലൂടെയുള്ള വഴി കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ആ വഴി ഇങ്ങനെ വളഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിലേ കൂടെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അതായത് ഈ തേയിലയിൽ നിന്നുള്ള കൊളുന്ത് ശേഖരിക്കുന്നതിനൊക്കെ ഈ എസ്റ്റേറ്റിന് തന്നെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഓടുന്ന വഴിയായിരിക്കും ഇത്. എന്തായാലും ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇത് കണ്ണൻ ദേവൻ കമ്പനിയുടെ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ ഈ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ലക്ഷ്മി എസ്റ്റേറ്റൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളും അവിടുത്തെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ ഈ തേയിലത്തോട്ടത്തിലൂടെ എല്ലാം ഓറഞ്ച് ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ചൊക്കെ കായ്ച്ച് പഴുത്ത് നിൽക്കുന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ എന്തായാലും അതിൽ കായൊന്നും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ റൂട്ടിലൂടെ മാങ്കുളത്ത് നിന്ന് ഒരിക്കൽ മൂന്നാർ പോയിട്ടുണ്ട്. അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു. ഇത്ര ഭംഗിയുള്ള ഒരു റോഡിലൂടെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ യാത്ര ചെയ്തിട്ടില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഈ വഴി ഭയങ്കര മോശമാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്, കാറൊക്കെ കഷ്ടിച്ചേ പോവുള്ളൂ. ടാർ റോഡാണെങ്കിലും നന്നായിട്ട് കുഴി രൂപപ്പെട്ടിരിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ നല്ല ആനശല്യമുള്ള ഒരു റൂട്ടാണ്. അത്യാവശ്യം എല്ലാ മൃഗങ്ങളും തന്നെ ഇവിടെയുണ്ട്. ആനശല്യം ഇങ്ങനെ വഴിയിലേക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഉച്ച സമയം ആയതുകൊണ്ട് നമുക്ക് ആനശല്യം ഒന്നും കാണാൻ സാധ്യതയില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല വൃത്തിയായി നല്ല അലൈൻമെൻറ്റിൽ വെച്ചിരിക്കുന്ന തേയിലച്ചെടികൾ, അതാണ് നമ്മുടെ ഈ മൂന്നാർ മേഖലയിലെ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളുടെ ഉപ്പുതറ സൈഡിലോ ഏലപ്പാറ ഭാഗത്തൊക്കെ നല്ലപോലെ തേയിലത്തോട്ടങ്ങളുണ്ടെങ്കിലും പശുപ്പാറ ഭാഗത്തൊക്കെ അവയൊന്നും ഇത്ര ഒരു അലൈൻമെൻറ്റിലല്ല ഈ തേയിലച്ചെടികൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടങ്ങളല്ല അവിടെ ഉള്ളത്. പിന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കറുത്ത കല്ലുകൾ ഇങ്ങനെ നിരവധി അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ചെതറിക്കിടക്കുന്ന പോലുള്ള കാഴ്ചകൾ, അത് ഈ തേയിലത്തോട്ടത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഇവിടെ ഇങ്ങനെ കാഴ്ചകളുടെയൊക്കെ തുടക്കമേ ആയിട്ടുള്ളൂ. മെയിൻ കാഴ്ചകളൊന്നും ആയിട്ടില്ല. ഇവിടെ അത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നുമല്ല. അപ്പോൾ ഇവിടെ അധികം സമയം കളയുന്നത് മണ്ടത്തരമായിരിക്കും. ഞാനിവിടുത്തെ വലിയൊരു പാറയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടും എന്ന പരസ്യവാചകത്തെ പൂർണ്ണമായും ശരിവയ്ക്കുന്നതാണ് ഈ മണ്ണിൽ വളരുന്ന തേയിലച്ചെടികളെന്ന് നിരവധി കേട്ടിട്ടുണ്ട്. ഇവിടെ നിർമ്മിക്കുന്ന തേയിലപ്പൊടി റിപ്പിൾ ടീ എന്ന ബ്രാൻഡിങ്ങിലാണ് ടാറ്റ വിറ്റഴിക്കുന്നത്. തൊഴിലാളികൾ ശേഖരിക്കുന്ന കൊളുന്ത് ഫ്രഷായി തന്നെ വാഹനത്തിൽ ശേഖരിച്ചു കൊണ്ടുള്ള പോക്കാണ് നമ്മളീ കാണുന്നത്. ഇങ്ങനെ ചീറിപ്പാഞ്ഞ് തുള്ളിച്ചാടി പോകുന്ന പഴമയെ അനുസ്മരിപ്പിക്കുന്ന ട്രക്കുകൾ മൂന്നാറിൽ പതിവ് കാഴ്ചയാണല്ലോ. ഇതിലിങ്ങനെ നിന്ന് യാത്ര ചെയ്യാൻ തന്നെ ഇയാൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഒപ്പം കൊളുന്ത് ചാക്കുകൾ തെറിച്ചു പോകാതെ നോക്കുക എന്ന ശ്രമകരമായ ജോലി കൂടിയാവുമ്പോൾ ആശാൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി കാണും? ഇനിയും എത്ര നേരം ഈ പണി തുടരേണ്ടി വരും? ആ കൊളുന്തുമായി വരുന്ന ട്രാക്ടർ ഇത് എരച്ച് കയറി വരുന്നേ ഉള്ളൂ. വയ്യ മന്ദം നമ്മൾ തീർത്തും പതിയെ വന്നിട്ടും അതിനെ ഒരുപാട് ദൂരം പിന്നിട്ട് ഇങ്ങ് വന്നിരിക്കുകയാണ്. കാരണം കൊളുന്തൊന്നും വെച്ച് നന്നായിട്ട് കെട്ടിയിട്ടൊന്നുമില്ല. ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ തൊഴിലാളികൾ ശേഖരിച്ച കൊളുന്തും നേരെ ആ വണ്ടിയിലേക്ക് വാരിയിട്ടിങ്ങ് കൊണ്ടുവരികയാണ്. ശരിക്കും ഞാൻ നേരത്തെ ഇതിലെ വന്നപ്പോൾ ഉണ്ടായിരുന്ന അത്ര ഭംഗി ഇപ്പോഴില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. കാരണം ഇവിടുത്തെ എല്ലാം ഈ തേയില നുള്ളിൽ പോയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിന് കുറച്ച് ദിവസമൂടെ കഴിയുമ്പോൾ വീണ്ടും തളിരിലെല്ലാം തളർത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ഒരു ലൈറ്റ് പച്ചയായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഡാർക്ക് ഗ്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ തളിരില മുഴുവൻ നുള്ളിപ്പോയിരിക്കുകയാണ്. അതിപ്പോൾ തേയിലപ്പൊടി ആയിട്ടുണ്ടാവാം ഒരു പക്ഷേ. നമ്മുടെ ട്രാക്ടർ ഏതായാലും ഒരു തരത്തിൽ ഇവിടെ വരെ എത്തി. ഇനി നമ്മൾ ഒരിക്കൽ കൂടി അതിനെ ഓവർടേക്ക് ചെയ്യാൻ ചെന്നാൽ പുള്ളി ചിലപ്പോൾ തെറി പറയും. ഒരു തരത്തിലാണ് നമ്മളെ അത് കടത്തി വിട്ടത്. ഇനി ഏതായാലും വണ്ടി കുറച്ചു ദൂരം അങ്ങ് ചെന്നിട്ട് നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ കാഴ്ചകൾ എന്തായാലും നമുക്ക് കാണാനുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഈ കയറി വന്ന വഴിയുടെ സൈഡിൽ നമ്മൾ ആ താഴെ കാണുന്ന ആ തേയിലത്തോട്ടത്തിൻ്റെ സമയത്തോടെയാണ് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ അവിടെ കണ്ടോ, അതിൻ്റെ മുകളിൽ കണ്ടോ എന്തോ കുറേ നിർമ്മാണങ്ങൾ, പഴയ നിർമ്മാണങ്ങൾ പൊളിഞ്ഞു പോയതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. അതെന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും അടുത്ത കാലത്തുള്ള ഒരു നിർമ്മാണമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് താഴത്തെ ആ ചെറിയ തേയിലക്കുന്നിൽ ഒരു കൊച്ചു വാട്ടർ ടാങ്കൊക്കെ കാണാം. അത് വെള്ളം നിറച്ചിട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം.
നമ്മൾ മുമ്പേ കണ്ട ആ ട്രാക്ടറിൽ കൊണ്ടുവന്ന തേയില വലിയൊരു ലക്ഷ്മി എസ്റ്റേറ്റിന് തന്നെ പേരെഴുതിയിട്ടുള്ള വലിയൊരു ലോറിയിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ ആ മലയുടെ ഏകദേശം ടോപ്പിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഈ കാടാണ്, ഒരു സൈഡ് ഈ കുറച്ച് ഏലം പ്ലാന്റേഷനൊക്കെ കാണാം. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ തന്നെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കാട്ടുമൃഗങ്ങളുടെ, ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ നല്ല ശല്യമുള്ള ഏരിയയാണ്. അതിൻ്റെ സൂചനയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് ആനകളൊന്നും കടക്കാതിരിക്കാനുള്ള വൈദ്യുത ലൈൻ നമുക്കിവിടെ കാണാം. അപ്പം നമ്മളിങ്ങനെ ആ മല മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. താഴെ ഒരു എസ് വളവ് കോളനിയോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു കോളനിയോ എന്തോ കുറച്ച് റിസോർട്ടുകളുടെ ബോർഡുകളും അവിടെ ഒരു കടയൊക്കെ കണ്ടു. ഹോട്ടലാണോ എന്ന് ഞാൻ നോക്കി എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രെഡ് ഓംപ്ലേറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വേറൊന്നും അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോഴേക്കും നല്ല കിടിലൻ കാഴ്ചകൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാഴ്ചകളുടെ ആ ഒരു ഗതി മാറുകയാണ്. മറ്റൊരു തരത്തിലുള്ള തേയിലത്തോട്ട കാഴ്ചകളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഇതുകൊണ്ടോ ഇവിടെ തേയിലച്ചെടികൾക്കൊണ്ട് ഒരു മൊട്ടക്കുന്ന് നിർമ്മിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഈ ലക്ഷ്മി എസ്റ്റേറ്റിലെ തേയിലച്ചെടികളുടെ ഒരു അതിര് കൂടിയാണെന്ന് തോന്നുന്നു ഈ ഭാഗം. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ മലകളിലേക്കൊന്നും തേയില കൃഷി അങ്ങനെയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ മൊട്ടക്കുന്ന് പോലെ ഇങ്ങനെ തേയിലച്ചെടികൾ, ഒരു ചെറിയൊരു മൊട്ടക്കുന്നിൽ തേയിലച്ചെടികൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയിരിക്കുന്നു. ഇവിടെ കണ്ടോ കുറച്ച് മരങ്ങൾ കണ്ടോ, വലിയ മരങ്ങളാണ്, എന്ത് മരങ്ങളാണെന്നറിയില്ല. ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ആ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ തണൽ മരങ്ങൾ, കാറ്റാടി പോലുള്ള കൊച്ചു തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുള്ളതാണെങ്കിലും ഇത്ര തണലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറില്ല. കാരണം തേയിലച്ചെടിക്ക് അത്യാവശ്യം നല്ലപോലെ വെയിൽ വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇതിങ്ങനെ വെട്ടാൻ നിർത്തിയിരിക്കുന്ന ഒരു അതിര് പോലെ, ഒരു വേലി പോലെ ഇങ്ങനെ നിരയായിട്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതെന്ത് മരമാണെന്നും അങ്ങ് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം കൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഒരു ക്ഷേത്രം കണ്ടു. ശ്രീ സിംഹാസന രാജ അമ്പലം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂർത്തിയെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിർത്തി ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്തപ്പോഴേക്കും ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഈ അമ്പലത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ ഒരു നിയമം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് എന്താണ് കുഴപ്പം? ഏതായാലും പുള്ളിയെ ഫോട്ടോയിൽ അങ്ങ് പോയപ്പോൾ ഞാനെന്തായാലും ഫോട്ടോ എടുക്കുകയാണ്. ഈ വഴിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊന്നും കയറുന്നൊന്നുമില്ല. പുള്ളി എന്തായാലും ഇവിടെ കണ്ട ഈ ഷെഡിൽ നിന്ന് എന്തോ സാധനമൊക്കെ എടുത്ത് ഓട്ടോയിൽ കയറി അങ്ങ് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സമയമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി നേരമാണ്. നല്ല കത്തുന്ന വെയിലാണ്. അതിനെയൊന്നും വകവയ്ക്കാതെ കുറച്ച് കുട്ടികൾ ഇവിടെ നല്ല ഒന്നാം തരം ഫുട്ബോൾ കളിയിലാണ്. നിങ്ങളുടെ കളി മുടിച്ചിടിച്ചാ ടപ്പേന്ന് നിർത്തിരിച്ച് ഞാൻ ഉങ്ങളുടെ കളി കൊഞ്ചം വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോഴേക്കും ഉങ്ങൾ കളിയെല്ലാം നിർത്തി. ഞാൻ നേരത്തെ ഒരിക്കലും ഈ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴേക്കും ഇങ്ങനെ ഒരു പുൽമൈതാനമൊക്കെ വരുന്ന ഒരു സ്കൂളൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ ആണെന്ന് കരുതിയാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. പക്ഷേ ആ ഭാഗം ആയിട്ടില്ല. ഈ ഫാക്ടറിയിലെ തൊഴിലാളികളാണെന്ന് തോന്നുന്നു. ജോലി കഴിഞ്ഞ് പോകാനായിട്ട് വണ്ടി നോക്കിയിരിക്കുന്നതാണ്. കുറേ അധികം പേരുണ്ടായിരുന്നു. കുറച്ച് പേരെല്ലാം ഇതിലെ വന്ന് ഓട്ടോയിലൊക്കെ കയറി പോയി. ടാറ്റയുടെ റിപ്പിൾ എന്ന പേരിലുള്ള ഒരു തേയിലപ്പൊടി, ഒരു തേയില പാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ലക്ഷ്മി എസ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ തേയിലപ്പൊടിയാണ് റിപ്പിൾ എന്ന പേരിൽ ടാറ്റ വിറ്റഴിക്കുന്നത്. ഇതിനുള്ളിലേക്ക് സന്ദർശകരെ അനുവദിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഹിന്ദി സംസാരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവരോട് ചോദിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമായിരുന്നു. ഇവിടെ ഒരു കൊച്ചു ക്ഷേത്രമുണ്ട് ഇതിൻ്റെ വാതൊക്കെ തന്നെ. അതുകൂടാതെ ഇവിടെ ഇങ്ങനെ തൊഴിലാളികൾ, ഇവിടുത്തെ മെയിൻ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു ഭാഗമായിരിക്കാം. ഒരു 2 വീടേ ഉണ്ടുള്ളെന്ന് തോന്നുന്നു. പിന്നെ അതിനപ്പുറത്തേക്കൊക്കെ ലൈൻസ് പോലെ കാണാനുണ്ട്. അവിടെയൊക്കെ ആൾത്താമസം ഉണ്ടോ അതിൻ്റെ പുറകോശമാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വിറകൊക്കെ ശേഖരിക്കുന്ന വലിയ ഷെഡുകൾ കാണാം. ഈ തേയില ഉൽപ്പാദനത്തിനായിട്ടായിരിക്കണം. ഇവിടെ ഇപ്പോഴും വിറകിലാണ് തേയിലപ്പൊടി നിർമ്മാണം നടക്കുന്നത്. ഇതുകൊണ്ട് തേയിലച്ചെടികൾക്കൊക്കെ കീടനാശിനി തളിക്കുന്നതിനായിട്ട് ഇതിങ്ങനെ ട്രാക്ടറിൽ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വാട്ടർ ടാങ്കാണിത്. ഇതിനകത്ത് ഇങ്ങനെ തോടുകളിൽ നിന്നൊക്കെ വെള്ളം നിറച്ച് ഇതുകൊണ്ട് ഓസിട്ട്, ഈ അരുവിയിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം ഓസിട്ട് ഇതിലേക്ക് നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ചകളാണ്. ഇതിങ്ങനെ നിറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് കീടനാശിനി മിക്സ് ചെയ്ത് ഇത് ട്രാക്ടറിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ തേയിലത്തോട്ടത്തിലൂടെ കൊണ്ടുപോയി തേയിലച്ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തുണ്ടോ, ഇത് അവിടെ കാണുന്ന ആ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കീടനാശിനികൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ്. നോ എൻട്രി കീടനാശിനികൾ സൂക്ഷിക്കുന്ന ഏരിയ ആണെന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ
തേയിലച്ചെടികൾ, തേയില കൃഷി ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് ഈ മലയുടെ മുകളിലേക്ക് കുത്തനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ തൊഴിലാളികൾ കൊളുന്ത് ശേഖരിക്കുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ വിദൂരതയിൽ നമുക്ക് കാണാം അവരിങ്ങനെ നിരനിരയായി നിന്ന് തേയില ശേഖരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ശരിക്കും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും വളരെ വ്യത്യസ്തമായ കാഴ്ചകളുള്ള വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതിനിടയിലൂടെ ഇങ്ങനെ ഈ മുരിക്ക് പൂത്ത് നിൽക്കുന്ന കാഴ്ചകൾ, നല്ല ഭംഗിയായിട്ട് നല്ല ചുവന്ന നിറത്തിൽ മുരിക്ക് പൂത്ത് നിൽക്കുന്ന കാഴ്ചകൾ നിരവധിയാണ്. ഈ തേയിലത്തോട്ടത്തിലെല്ലാം ഇങ്ങനെ മുരിക്കുകളുണ്ട്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം നന്നായിട്ട് ജനവാസമുള്ള മേഖലയാണ്. ഇവിടുത്തെ തേയിലച്ചെടികൾ അത്ര നല്ല അലൈൻമെൻറ്റിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, കാരണം അത്ര ഭംഗിയൊന്നുമില്ല അപ്പുറത്തൊക്കെ നമ്മൾ കണ്ട പോലെ. കുറേ ദൂരം കൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കുറേ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്ന നല്ല ഒന്നാന്തരം ഒരു പുൽമേട് കാണാൻ സാധിച്ചിരിക്കുകയാണ്. കുറേ പശുക്കളൊക്കെ, കുറേ അധികം പശുക്കളെല്ലാം വെയിലായതുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ തണൽ പറ്റി നിൽക്കുകയാണ്. പിന്നെ നല്ല ഒന്നാന്തരം അത്യാവശ്യം നല്ല വെള്ളമൊഴുക്കുള്ള ഒരു അരുവിയും ഇതിനിടയിലൂടെ ഉണ്ട്. ഈ വേനൽക്കാലത്തും വെള്ളമൊഴുക്കുള്ള ഒരു അരുവി ഇതുണ്ട്. ഇതിൻ്റെ ഈ കരയിൽ കൂടെയൊക്കെ എന്തോ ഒരു കമ്പ് നട്ട് പിടിപ്പിക്കുന്ന എന്തോ ഒരു സസ്യം എന്താണെന്ന് കൃത്യം മനസ്സിലാകുന്നില്ല. എന്തോ നട്ട് വളർത്താനുള്ള ഒരു ശ്രമമൊക്കെ, അതിനാണ് ഇങ്ങനെ ചാണകമൊക്കെ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ഉച്ച സമയമാണ്. ഇതിന് പകരം നല്ല രാവിലെ സമയമോ വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് കോടയൊക്കെ നമ്മളെ മൂടി ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. എൻ്റെ ഇവിടുത്തെ ഒരു കണ്ടുപിടുത്തം പറയാം. ഈ ലയങ്ങളിലൊക്കെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത് എന്നറിയാനായിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഡിഷ് ആൻറ്റിനകളുടെ എണ്ണം എടുത്താൽ മതി. എല്ലാ ലയങ്ങളിലും ഇതിൻ്റെ മേളിൽ ഞാൻ ഇറക്കി വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു, ഞാൻ വീഡിയോ എടുത്തില്ല. ഓരോ ലയങ്ങളുടെ മേളിലും ഇങ്ങനെ ഡിഷ് ആൻറ്റിനകളുടെ വലിയൊരു നിര തന്നെ കാണാം. അപ്പോൾ ഈ ഡിഷ് ആൻറ്റിനകൾ എണ്ണി നോക്കിയാൽ അറിയാം ഈ ഓരോ ലയത്തിലും എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്ന്. അല്ലാതെ ഒരു കാരണവശാലും ഇതിൽ എത്ര പേരോ എത്ര കുടുംബമാണ്, ഇത് എവിടെ കൊണ്ടാണ് ഇതിൻ്റെ തിരിവ് വരുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടത്തില്ല. ഞാൻ പുൽമൈതാനത്തിന് സമീപത്തുള്ള ഒരു സ്കൂളിനെ പറ്റി മുമ്പേ ഒന്ന് പരാമർശിച്ചിരുന്നു. ആ സ്കൂളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. പക്ഷെ അന്ന് ഞാൻ കണ്ട പോലെ അത്ര ഭംഗിയില്ല, കാരണം ഇതൊരു ഉച്ച സമയമാണ്. പിന്നെ വേനലിൻ്റെ ഒരു രൂക്ഷത മൂലം പുൽമൈതാനമൊക്കെ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നല്ല ഗംഭീരമായ ഒരു കാഴ്ചയാണ്. സ്കൂളിലേക്കുള്ള ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അപ്പുറത്തൂടെ ആ മൈതാനത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഗവൺമെൻറ് UP സ്കൂൾ ലക്ഷ്മി. ഈ ലക്ഷ്മി എന്നുള്ള എഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്മി എന്നേ വായിക്കാൻ പറ്റുള്ളൂ. തമിഴിലെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ഉള്ള ഒരു എഴുത്തായിരിക്കും ഇത്. ഞാൻ നേരത്തെ ഒരു കാലത്ത് ഇതിലെ യാത്ര ചെയ്തൊരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഈ സ്കൂൾ കണ്ടപ്പോൾ ശരിക്കും ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് ഭയങ്കര അസൂയ തോന്നിയതാണ്. കാരണം അന്ന് വന്നത് ഞാനൊരു രാവിലെ സമയത്തായിരുന്നു, അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത്. ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി നല്ല ഗംഭീരമായ ഒരു അവസ്ഥയിലായിരുന്നു അന്ന്. കുറേ പശുക്കളെല്ലാം ഇതിലെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചകളും ഈ അരുവിയും, അങ്ങനെ വർണ്ണിക്കാനാവാത്ത സ്വർഗതുല്യമായ ഒരു കാഴ്ചകൾ, സ്വർഗത്തിലെത്തിയ ഒരവസ്ഥയായിരുന്നു അന്ന് എനിക്കുണ്ടായത്. ഇന്നും കാഴ്ചകൾക്ക് യാതൊരു കുറവുമില്ല. അന്നത്തെ കാഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പച്ചപ്പ് കുറഞ്ഞതിൻ്റെയും മഞ്ഞില്ലാത്തതിൻ്റെയൊക്കെ ഒരു കുറവ് അത്ര തന്നെ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു തേയിലച്ചെടികൾ വെട്ടിവിടുന്നതിനെ പറ്റി മുമ്പേ പറഞ്ഞിരുന്നു. ഇവിടെ കുറേ ഈ മലകളിൽ കാണുന്ന തേയിലച്ചെടികളെല്ലാം കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എത്ര വർഷം കൂടുമ്പോഴാണ് ഈ തേയിലച്ചെടികൾ ഇങ്ങനെ വെട്ടിവിടുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഒരുപാട് പഴക്കം, ഒത്തിരി വർഷങ്ങൾ കൂടിയാണ്. കാരണം ഈ തേയിലച്ചെടികൾ ഇങ്ങനെ വിടർന്ന് വലിയ റൗണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള തേയിലച്ചെടികളാകും. ഈ തേയില ശരിക്കും ഇങ്ങനെ ഒരു കുറ്റിച്ചെടിയല്ല, ഇത് മുകളിലേക്ക് വളർന്നു പോകുന്ന അത്യാവശ്യം ഒരു മരമാവുന്ന രീതിയിലുള്ള തൈയാണ്. എപ്പോഴും ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നുള്ളി വിടുന്ന കാരണം ഇതിങ്ങനെ പടർന്നു നിൽക്കുന്നതാണ്. എന്നാലും എനിക്ക് സ്കൂളിലെ കുട്ടികളോട് വല്ലാത്ത അസൂയ തോന്നുകയാണ്. അങ്ങനെ ഹൃദയരാഗത്തിൻ്റെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. യാത്ര അവസാനിക്കുന്നില്ല, ഈ വീഡിയോയുടെ കൊണ്ട് അവസാനിക്കുകയാണ്. യാത്ര എനിക്കിനും കുറേ ദൂരം കൂടെ ഉണ്ട് മൂന്നാറിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയായി. ഇന്ന് വൈകുന്നേരത്തേക്ക് ടോപ്പ് സ്റ്റേഷൻ വരെ എത്തണമെന്നായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടൽ. അതൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല.
അതിനുള്ളിൽ മാട്ടുപ്പെട്ടി ഡാമോ കുണ്ടള ഡാമോ ഒക്കെ ഷൂട്ട് ചെയ്ത് എന്തായാലും ടോപ്പ് സ്റ്റേഷൻ ഷൂട്ടിംഗ് കൂടെ എന്തായാലും ഇന്ന് നടക്കില്ല. അപ്പോൾ ഇന്നത്തെ ഷെഡ്യൂളൊന്ന് കുറച്ച് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാർ ചെന്നിട്ട് വേണം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് എടുക്കാനായിട്ട്. നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ ദിവസം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി മൂന്നാർ ചെല്ലാതെ ഒന്നും കഴിക്കാനും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ